നമ്മളിനി ചെയ്യാൻ പോകുന്നതേ നോട്ട് ഇൻ ചാർജും എൻഡോഴ്സ്മെൻറ്റൊക്കെ വരുന്ന ഒരു വെറൈറ്റി സാധനമാണ്, ഡിസ്കൗണ്ടിങ് ഒക്കെ വരുന്നത്. അത് നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ സാഗറാണ് പർച്ചേസ് ചെയ്യുന്നത് ഗുഡ്സ് ഫ്രം രവിയിൽ നിന്ന്. അപ്പോൾ ഫസ്റ്റ് ആളെ നമുക്ക് പരിചയപ്പെടാം. സാഗർ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് ആരിൽ നിന്നാണ്? രവി. സ്വാഭാവികമായിട്ടും രവി ആരായിരിക്കും? ഡ്രോവർ ആയിരിക്കും അല്ലേ? സെല്ലറാണ് ആര്? രവിയാണ് ആര്? സെല്ലർ. സാഗർ ആരാണ്? ബയ്യറാണ്, ബയ്യർ. അപ്പോൾ അടിയിൽ പറയുന്നുണ്ട് രവി ഫോർ വിച്ച് ലേറ്റർ ഡ്രൂ എ ബിൽ ഓൺ ദ ഫോർമർ പേബിൾ ആഫ്റ്റർ 1 month. അപ്പോൾ ഒരു മാസത്തെ ഒരു ബില്ല് രവി ഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരാവും ഡ്രോവി? സാഗറായിരിക്കും ഡ്രോവി. സാഗർ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? യാ. ആൻഡ് റിട്ടേൺ ടു രവിക്ക് റിട്ടേൺ ചെയ്തു. അപ്പോൾ ബില്ല് പർച്ചേസ് ചെയ്തു. അതിനുശേഷം രവി എന്ത് ചെയ്തു? ബില്ല് ഡ്രോ ചെയ്തിട്ട് അയച്ചു കൊടുത്തു, സൈൻ ചെയ്തു. ഓക്കെ, സെറ്റായി, ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ രവി എൻഡോസ്ഡ് ടു കമൽ. രവി എന്നിട്ട് ഈ സാധനം പുതിയൊരാൾ വരാണ്, കമലിന് എന്ത് ചെയ്ത്? എൻഡോഴ്സ് ചെയ്തു, എൻഡോഴ്സ്ഡ്. അപ്പോൾ കമൽ ആരാ? എൻഡോഴ്സിയാണ്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. കമൽ എൻഡോഴ്സിയാണ്. ബെൻ രസം, കമൽ ഈ ബില്ലില്ലേ അത് വീണ്ടും ആർക്ക് കൊടുത്തു? അമൽ എന്ന് പറഞ്ഞ ഒരാൾക്ക് കൊടുത്തു. അപ്പോൾ അമൽ ആരായി? എൻഡോഴ്സിയായി. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ കമൽ അമലിൻ്റെ കേസിൽ, ഈ കേസിൽ, രണ്ടാമത്തെ കേസിൽ കമലും എന്തായി? എൻഡോഴ്സറായി. അപ്പോൾ കമൽ എൻഡോഴ്സറായി. ഇവിടെ രവി ഓൾറെഡി എന്താണ്? എൻഡോഴ്സർ ആണല്ലോ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം. രവി കമലിന് എന്ത് ചെയ്തിട്ടുണ്ട്? എൻഡോഴ്സ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും രവി ആരായി? എൻഡോഴ്സറായി. ഇവിടെ ഞാൻ ഈ സെല്ലറുടെ ആവശ്യമില്ലല്ലോ, അത് എന്തോ മിസ്റ്റേക്കാണ്, ബൈ മിസ്റ്റേക്ക് കേട്ടോ. സെല്ലറിൻ്റെ ആവശ്യമില്ല. ഓക്കെ അല്ലേ? യെസ്. ദെൻ എൻഡോസ് ചെയ്താണ്. അപ്പോൾ കമൽ ആരായി? ഇപ്പോൾ രവി ആദ്യം കമലിന് എൻഡോസ് ചെയ്തപ്പോൾ എൻഡോഴ്സി ആരാണ്? കമലാണ്. രവിയാണ് എൻഡോസർ. പിന്നെ കമൽ അമലിന് എന്ത് ചെയ്യണം? എൻഡോസ് ചെയ്തപ്പോൾ കമൽ എന്തായി? എൻഡോസറായി. അമൽ എന്തായി? എൻഡോസിയായി. ഓക്കെ അല്ലേ? ഓൾറെഡി എൻഡോസ്മെൻ്റൊക്കെ വീഡിയോ കണ്ട ആളുകൾക്ക് ഇത് കത്തുള്ളൂ കേട്ടോ. ഇതാദ്യം കണ്ടാൽ കത്തണമെന്നില്ല. ഇനി രസം, അമലിനി എന്ത് ചെയ്യാണ്? ഈ സാധനം കൊണ്ട് ഈ ബാങ്കിൽ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. കണ്ട, അമൽ ഡിസ്കൗണ്ടഡ് ദി ബിൽ വിത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഡിസ്കൗണ്ട് ചെയ്തു. എവിടുന്നാ? SBIയിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്തു. എത്ര ശതമാനം? 6% ഇൻട്രസ്റ്റ് കൊടുത്തിട്ട്. മെച്യൂരിറ്റി ഡേറ്റിൽ ബില്ല് ഡിസോണറായി. നോട്ട് ഇൻ ചാർജ് 10 രൂപയാണ്. അപ്പോൾ ശരിക്കും നോട്ട് ഇൻ ചാർജ് ആരാ ഇപ്പോൾ കൊടുക്കുന്നുണ്ടാവുക? ഈ എക്സാമ്പിളിൽ മെച്യൂരിറ്റി ഡേറ്റിൽ SBIയുടെ കയ്യിലാണ് എന്തുള്ളത്? ഈ ബാങ്ക് ഉള്ളത്, സോറി, ഈ ബില്ലുള്ളത്. അപ്പോൾ SBI ആയിരിക്കും നോട്ട് ഇൻ ചാർജ് കൊടുക്കുന്നുണ്ടാവുക. നോട്ട് ദ പോയിന്റ്. ഓക്കെ, കംഫർട്ടബിൾ അല്ലേ? ഇതാണ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് നന്നായി വരച്ചു വെക്കുക. എന്നിട്ട് ഇവർ പറഞ്ഞത് ഷോ ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ഓൾ ദ പാർട്ടീസ് ഇൻക്ലൂഡഡ് ഇൻ ദ ബുക്സ് ഓഫ്, ഇൻക്ലൂഡിങ് ആരാണ്? സ്റ്റേറ്റ് ബാങ്ക്. അപ്പോൾ ആരുടെയൊക്കെ ബുക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം? സാഗറിൻ്റെ പ്രിപ്പയർ ചെയ്യണം, രവിയുടെ പ്രിപ്പയർ ചെയ്യണം, കമലിൻ്റെ പ്രിപ്പയർ ചെയ്യണം, അമലിൻ്റെ പ്രിപ്പയർ ചെയ്യണം, SBIയുടെ. അപ്പോൾ 1 2 3 4 5 4 പേരുടെ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ 4 നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ശ്രദ്ധിക്കുക. ആദ്യം ഇൻ ദി ബുക്സ് ഓഫ് ആരെടുക്കാം? രവി എടുക്കാം. രവി. ഓക്കെ അല്ലേ? ഡ്രോവറെ. അപ്പോൾ ഇൻ ദി ബുക്സ് ഓഫ് ഡ്രോവർ ആരാണ് ഡ്രോവർ? രവിയാണ്. ഓക്കെ. അപ്പോൾ പറയുമ്പോൾ രവി സാഗറിന് സെയിൽ ചെയ്യുന്നല്ലേ? രവി സാഗറിന് സെയിൽ ചെയ്തതാണ്. ഓക്കെ അല്ലേ? യെസ്. എന്നിട്ടാണല്ലോ ബില്ല് ഡ്രോ ചെയ്യുക. സാഗർ പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് രവി എന്ത് ചെയ്യണം? സെയിൽ ചെയ്തെന്നല്ലേ രവിയുടെ പെർസ്പെക്റ്റീവിൽ. അപ്പോൾ എൻട്രി എന്താ? ഫസ്റ്റ് എൻട്രി വെൻസ് ഗുഡ്സ് സോൾഡ്. വേണമെങ്കിൽ ഞാൻ എഴുതി വെക്കാം. വെൻ
ഗുഡ്സ് സോൾഡ്. അപ്പോൾ എൻട്രി എന്താ? സാഗർ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. എമൗണ്ട് എത്ര? 1000. ഓക്കെ അല്ലേ? 1000 തന്നെയല്ലേ? യെസ്, 1000. അപ്പോൾ സെറ്റ്. രണ്ടാമത് ബില്ല് ഡ്രോ ചെയ്യുന്നുണ്ട് രവി. എന്നിട്ട് അപ്പോൾ രണ്ടാമത് ബിൽ എന്ത് ചെയ്തു? ഡ്രോ ചെയ്തിട്ട് പിന്നെ ആക്സെപ്റ്റഡ്. അപ്പോൾ എൻട്രി എന്താ അവിടെ? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു സാഗർ. ഓക്കെ, എത്ര എമൗണ്ട്? 1000 തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ദെൻ മൂന്നാമത് ഈ ബില്ല് ആർക്ക് എൻഡോസ് ചെയ്തു? രവി. ഡ്രോവറായ രവി. അദ്ദേഹത്തിൻ്റെ ആരായിരിക്കും? കമൽ. ക്രെഡിറ്റർ ആയിരിക്കും. ആരുടെ? രവിയുടെ ക്രെഡിറ്റർ ആണല്ലോ. അപ്പോൾ ഈ ക്രെഡിറ്റ് എന്ത് ചെയ്യും? ലാബിലിറ്റി കുറയും. കമൽ എന്ന ലാബിലിറ്റി കുറയും എൻഡോസ് ചെയ്താൽ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എഴുതി വെക്കാം, എൻഡോസ്ഡ് ടു ആർക്കാം? കമൽ. അപ്പോൾ കമൽ എന്ന ലാബിലിറ്റി കുറയും. ലാബിലിറ്റി ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കമൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. എമൗണ്ട് എത്രയാം? 1000. സെറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഈ ബില്ല് എന്താവുന്നുണ്ട്? ലാസ്റ്റ് എന്താ പറഞ്ഞുള്ള ബില്ല്? ബില്ല് കമലിൻ്റെ അടുത്ത് പോയി, കമൽ അമലിൻ്റെ അടുത്ത് കൊടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി, പിന്നെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഡിസോണർ ആയിട്ടുണ്ട്. ആ ബില്ല് ഡിസോണർ ആയി കഴിഞ്ഞാൽ അപ്പോൾ നാലാമത്തെ എൻട്രി, വെൻ ബിൽ ഡിസ്ഹോണേഡ്. ബില്ല് ഡിസോണർഡ് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ഡിസോണറായി എന്ന് പറഞ്ഞാൽ ശരിക്കും സാഗർ ഇനി ആർക്കാണ് പൈസ കൊടുക്കേണ്ടി വരിക? SBIക്കാണ്. രവി ആർക്ക് കൊടുത്തു? കമലിന് കൊടുത്തു. കമൽ അമലിന് കൊടുത്തു. അമൽ ബാങ്കിൽ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്തു. അപ്പോൾ ബാങ്കിലേക്ക് എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ബാങ്കുമായിട്ട് ഈ കണക്ഷൻ ഉള്ളത് ആളാരാ? അമലാണ്. ഓക്കെ അല്ലേ? യെസ്, അമലാണ്. അപ്പോൾ അമൽ അവർക്ക് കൊടുക്കുന്നുണ്ടാവും, അത് നമ്മളിപ്പോൾ നോക്കണ്ട. ഇപ്പോൾ ഡ്രോവറുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഡ്രോവർക്കൊരു കോൾ വരും. എവിടുന്നാണ് കോൾ വരാം? ഡ്രോവറുമായിട്ട് അല്ലെങ്കിൽ രവിയുമായിട്ട് കണക്ഷൻ ഉള്ളത് കമലാണ്. കമലിൻ്റെ കയ്യിൽ നിന്ന് കോൾ വരും. എന്നിട്ട് കമൽ പറയും, എനിക്ക് പേയ്മെൻറ്റ് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. എന്താ രസം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഹൈറാർക്കി പറഞ്ഞുതരാം. ഈ സാഗർ അഥവാ ഡ്രോവി ബാങ്കിൽ അടക്കാതിരിക്കുമ്പോൾ ബാങ്ക് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അമലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അമൽ ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? കമലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമൽ ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? രവിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. രവി ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? സാഗറിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഡിസോണർ സംഭവിച്ചാൽ രവിക്ക് എന്ത് ചെയ്യും? ഡിസോണറായി മനസ്സിലാവും. രവി നേരെ ആരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? കമൽ. ഓക്കെ അല്ലേ? രവി കമലിനല്ല, ആദ്യം കമൽ രവിനെ അങ്ങോട്ട് എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ രവിയോട് പറയും, കമൽ രവിയോട് പറയും പൈസ കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ രവിക്ക് വീണ്ടും ഒരു ലാബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. ആരാണ്? കമലാണ്. അപ്പോൾ 2 എന്തായിരിക്കും? കമൽ. ഓക്കെ അല്ലേ? രവിക്ക് ഈ എമൗണ്ട് എവിടെ നിന്ന് കിട്ടണം? സാഗറിൻ്റെ നിന്ന് കിട്ടണം. അപ്പോൾ വീണ്ടും സാഗർ എന്തായും? ഒരു അസറ്റായി മാറും. അപ്പോൾ എൻട്രി എന്താ? സാഗർ അക്കൗണ്ട് ഡെപ്റ്റർ ടു കമൽ. എമൗണ്ട് എത്രയാണ്? 1000. അപ്പോൾ ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. സാഗർ ആരാം? സാഗർ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഡ്രോവിയാണ്. അപ്പോൾ നമുക്ക് എൻട്രി ഒക്കെ പഠിച്ച് വെക്കുന്നവർക്ക് ഇങ്ങനെ പറയാം, ഡ്രോവി അക്കൗണ്ട് ഡെപ്റ്റർ ടു കമലാരാ? എൻഡോസി. അങ്ങനെയൊക്കെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ അല്ലേ? ഡ്രോവി അക്കൗണ്ട് ഡെപ്റ്റർ ടു എൻഡോസി. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ചെയ്ത് കഴിഞ്ഞു. ഇൻ ദി ബുക്സ് ഓഫ് രവി കഴിഞ്ഞു. ഇനി നമുക്ക് ആരുടെ ബുക്ക് എടുക്കാം? ചായ മാറ്റാം. ഇൻ ദി ബുക്സ് ഓഫ് സാഗർ എടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേഴ്സണായി രണ്ടാമത്തെ പേഴ്സൺ ഇൻ ദ ബുക്സ് ഓഫ് സാഗർ. ഓക്കെ, സാഗറിൻ്റെ കഥകൾ എന്താ? നമ്പർ 1, സാഗറിൻ്റെ പേഴ്സ്പെക്റ്റീവ്. സാഗർ പർച്ചേസ് ചെയ്തു. ആരിൽ നിന്ന്? രവിയിൽ നിന്ന്. അപ്പോൾ എൻട്രി എന്താ വരിക? പർച്ചേസ് ചെയ്താൽ ഫസ്റ്റ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രവി. എമൗണ്ട് എത്രയാണ്? 1000. ഓക്കെ. രണ്ടാമത് ബില്ല് എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. നമുക്കറിയാം എന്ത് എൻട്രി വരും? രവി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേബിൾ. സാഗറിൻ്റെ ഒരു രവി എന്ന ലാബിലിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. മറ്റൊരു ലാബിലിറ്റി വന്നു. ഏതാ? ബിൽസ് പേബിൾ. ഓക്കെ. ദെൻ അടുത്തത് ഇനി ആണ് രസം.
ഇനി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, രവിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ബില്ല് കമലിന് കൊടുത്ത്, കമൽ അമലിന് കൊടുത്ത്, അമൽ ഡിസ്കൗണ്ട്, ഇതൊന്നും ആരെ എഫക്റ്റ് ചെയ്യൂല, സാഗറിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. സാഗറിൻ്റെ അടുത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ പോയിട്ടുണ്ടാവും ബാങ്കിലേക്ക് ഡ്യൂ ഡേറ്റിന് കൊടുക്കണം എന്നുള്ളത്, പക്ഷേ ബാങ്കിലേക്ക് ഡ്യൂ ഡേറ്റിന് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഡിസോണറായ എൻട്രി, മൂന്നാമത്തെ കാറ്റഗറി. ഈ എൻഡോസ് ചെയ്യുന്നിടത്തൊന്നും ഇവിടെ വേണ്ട. 3 ബില്ല് എന്തായി, ഡിസ്ഹോണേഡ് ആയുള്ള എൻട്രി മാത്രം മതി. എന്തായിരിക്കും ഡിസോണർ ആയുള്ള എൻട്രി? സാധാരണ എൻട്രി ബിൽസ് പേബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്, രവി. ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ. ബിൽസ് പേബിളിൻ്റെ എമൗണ്ട് 1000, പക്ഷെ വേറെ കാര്യം, രവിക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണ്? 10 വരും. അതെങ്ങനെ 10 വരും സാർ? അങ്ങനെ 10 അല്ലേ? ഞാൻ കാണിച്ചുതരാം. ഇവിടെ 6% ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? 6% ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ എടുക്കണം. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, എത്ര ടൈം ഗ്യാപ്പിലാണ് ഈ ഡിസ്കൗണ്ട് നടക്കുന്നത്? അയ്യോ, കാൽക്കുലേറ്റർ ഒന്നും എടുക്കണ്ട, സോറി ശക്തിമാൻ. ഇവിടെ കറക്റ്റ് ക്വസ്റ്റ്യനിൽ നോട്ടിങ് ചാർജ് എത്ര തന്നിട്ടുണ്ട്? 10 രൂപ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്, ഡിസ്കൗണ്ട് ചെയ്ത പെർസെൻറ്റേജ് ആട്ടാ 6, സോറി. അപ്പോൾ നോട്ടിങ് ചാർജ് 10. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. രവിക്കിപ്പോൾ സാഗർ കൊടുക്കേണ്ട പൈസ എത്രയാണ്? 1010 രൂപ കൊടുക്കണം. എന്താ സംഭവം വെച്ചാൽ അമലില്ല, അയാൾ ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്തില്ലേ? അപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്തല്ല, ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്ത് പിന്നെ എന്തായി, ഡിസോണറായി. അപ്പോൾ ഇവിടെ ആരായിരിക്കും ആത്യന്തികമായിട്ട് ഈ എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവുക? നോട്ടിങ് ചാർജ്. ഇപ്പോൾ ആരുടെ കയ്യിലാണ് ബില്ലുള്ളത്? ബാങ്കിൻ്റെ കയ്യിലാണ്. അപ്പോൾ ബാങ്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? നോട്ടിങ് ചാർജ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾ. ആ ബാങ്ക് നോട്ടിങ് ചാർജ് കൊടുക്കുന്നത് ആരിൽ നിന്ന് വസൂലാക്കും? അമലിൻ്റെ കയ്യിൽ നിന്ന്. അമൽ ആരിൽ നിന്ന് അത് കളക്ട് ചെയ്യും? കമലിൻ്റെ കയ്യിൽ നിന്ന്. കമൽ ആരിൽ നിന്ന് കളക്ട് ചെയ്യും? രവിയുടെ കയ്യിൽ നിന്ന്. രവി ആരിൽ നിന്ന് കളക്ട് ചെയ്യും? സാഗർ. ശരിക്കും ഇതിൻ്റെ ലാസ്റ്റ് ആരാണ് ഇതിൻ്റെ എന്താ പറയുക, അടിസ്ഥാനപരമായി ഇതിൻ്റെ ആർക്കാണിത് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്? ഡ്രോവിക്കാണ്, അഥവാ സാഗറിനാണ്. അപ്പോൾ സാഗറിൻ്റെ പെരടിക്കാണിത് എത്തുക. അപ്പോൾ സാഗറിന് നോട്ടിങ് ചാർജ് ഒരു എക്സ്പെൻസാണ്. അപ്പോൾ നോട്ടിങ് ചാർജ് ഡെബിറ്റ് ചെയ്യണം. എത്രയാണ്? 10 രൂപ. ആ എമൗണ്ട് ഞാൻ ആർക്ക് കൊടുത്താൽ മതി? രവിക്ക് കൊടുത്താൽ മതി. രസം എന്താ വെച്ചാൽ രവി ഞാൻ ആർക്ക് കൊടുക്കും? കമലിന് കൊടുക്കും. കമൽ ആർക്ക് കൊടുക്കും? അമലിന് കൊടുക്കും. അമൽ ആർക്ക് കൊടുക്കും? ബാങ്കിന് കൊടുക്കും. അങ്ങനെയാണ് ആ ഹൈറാർക്കി. നിങ്ങൾ ഈ പിക്ചർ വരച്ച് വെച്ചതിന് ശേഷം മാത്രം പ്രോബ്ലം ചെയ്യണം എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. മതി. ഇത്രയാണ് ആരുടെ എൻട്രി? സാഗറിൻ്റെ എൻട്രി. സിമ്പിൾ. ഇനി നമുക്ക് അടുത്ത ആളെ പിടിക്കാം. അടുത്ത ആളാരാ? തേർഡ് വൺ. ഇൻ ദി ബുക്സ് ഓഫ് ആരാ? കമൽ അല്ലേ? മൂന്നാമത്തെ ആൾ. ഫസ്റ്റ് രവി പറഞ്ഞു, സെക്കൻഡ് സാഗർ പറഞ്ഞു, തേർഡ് ആധാരം കമൽ. ഇൻ ദ ബുക്സ് ഓഫ് കമൽ. ഓക്കെ, എൻഡോഴ്സി ആണ് കമൽ അല്ലേ? ആയിക്കോട്ടെ. ആദ്യത്തെ ട്രാൻസാക്ഷൻ കമലിന് നടക്കുന്നത് രവിയുടെ കയ്യിലുള്ള ഒരു ബില്ല് ആർക്ക് കൊടുത്തു? കമലിന് കൊടുത്തു. അപ്പോൾ കമലിന് ഒരു ബില്ല് കിട്ടി, നമ്പർ 1 അല്ലേ? ബിൽസ് എന്താണ്? റിസീവ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ 2. കമലും രവിയും തമ്മിൽ എന്താ ബന്ധം? കമലിൽ ഓൾറെഡി സാധനങ്ങൾ ആർക്ക് വിറ്റിട്ടുണ്ട്? രവിക്ക് വിറ്റിട്ടുണ്ട്. അപ്പോൾ കമലിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ രവി കമലിൻ്റെ എന്താണ്? ഒരു അസറ്റാണ്. ആ അസറ്റ് കുറയും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? എത്ര രൂപ എമൗണ്ട്? 1000. അപ്പോൾ ഒന്നുമില്ല, ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും? അപ്പോൾ ഇതിന് മുൻപ് ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവും. എന്തായിരിക്കും? കമൽ ആർക്ക് വിറ്റു? സാഗറിന് വിറ്റു, രവിക്ക് വിറ്റു. അപ്പോൾ എൻട്രി എന്താ വരിക? രവി അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. എത്ര രൂപയ്ക്ക് വിറ്റ്? 1000 തന്നെയാണ് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? രവി ആർക്ക് പൈസ കൊടുക്കാനുണ്ട്? കമലിന്. രവി ക്യാഷ് കൊടുക്കുന്നതിന് പകരം ബില്ല് കൊടുത്തു. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ എൻട്രി സെറ്റ്. അപ്പോൾ ഒരു അസറ്റ് കൂടി മറ്റൊരു അസറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. അതാണ് പേഴ്സ്പെക്റ്റീവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ എഴുതി വെക്കാം, അസറ്റ് കൂടിയും കുറഞ്ഞതൊക്കെ. ഇതിപ്പോൾ പെർഫെക്റ്റ് ആവും. അടുത്ത പോയിന്റ് പറയുന്നത് കമൽ ഈ ബില്ല് അമലിന് കൊടുത്തു. അപ്പോൾ കമലും തമ്മിലുള്ള റിലേഷൻ എന്താ? കമലിൻ്റെ ഒരു ലാബിലിറ്റിയാണെന്ത്? അമൽ.
കമലിൻ്റെ ഒരു ലയബിലിറ്റിയാണെന്ത് അമൽ. അപ്പോൾ പോയിൻ്റ് നമ്പർ ഏതാണ്? 2 ഓൺ ഇത് ഏതാ സിറ്റുവേഷൻ? എൻഡോഴ്സ്മെൻ്റ് ആണ്. ഓൺ എൻഡോഴ്സ്മെൻറ്റ് ടു ആർക്കാണ് എൻഡോസ് ചെയ്യുന്നത്? എൻഡോസ് ചെയ്യുന്നത് ആർക്കാ? ടു കമലാണ്. കമലിന് എന്ത് ചെയ്യാണ്? എൻഡോസ് ചെയ്യുന്നത്. സോറി, കമലിനല്ലല്ലോ, തെറ്റിപ്പോയി. ടു ആരാ? അമൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ബില്ല് പോയി. ടു എന്താ എഴുതി? ബിൽസ് റിസീവബിൾ എന്ന് എഴുതി. അപ്പോൾ ഇയാളുടെ ഒരു അസറ്റ് എന്ത് ചെയ്ത് പോയി, ഒപ്പം തന്നെ അയാൾക്ക് ലയബിലിറ്റി ആയ അമലിനും പോയി. ഓക്കെ അല്ലേ? നിങ്ങൾ ആലോചിക്കുക, ഈ അമലിന് പൈസ കൊടുക്കുകയാണ്. അമൽ ആരാണ്? കമലിൻ്റെ ക്രെഡിറ്ററാണ്. അപ്പോൾ കമൽ അമലിന് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ, ക്രെഡിറ്റർക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ക്രെഡിറ്റർ അക്കൗണ്ട് അപ് ടു ക്യാഷ് അല്ലേ? അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ അങ്ങനെ തന്നെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ക്രെഡിറ്റർ അമലാണ്. അപ്പോൾ അമൽ അക്കൗണ്ട് അപ് ടു ക്യാഷിന് പകരം മറ്റൊരു അസറ്റ് കൊടുത്തതാണ് ബിൽസ് റിസീവബിൾ. ഓക്കെ അല്ലേ? യെസ്. എന്നിട്ട് അമലിൻ്റെ അടുത്ത് കമൽ അമലിൻ്റെ അടുത്ത് പറഞ്ഞ എന്താണ്? രവിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ബില്ലാണ് രവിക്ക് ആര് കൊടുക്കാണ്ട്? സാഗർ കൊടുക്കാണ്ട്. സാഗർ ഇനി നിനക്ക് തരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടത്. കണ്ട, സാഗർ ആർക്ക് തരും? അമലിന് എന്നൊക്കെ. പക്ഷേ അമൽ വീണ്ടും എന്ത് ചെയ്യണം? പൈസ അത്യാവശ്യമുള്ള കാരണം എന്ത് ചെയ്തു? ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്തു. ഓക്കെ, ഇനി ഡിസോണറായ എന്ത് സംഭവിക്കും? ഓക്കെ, മൂന്നാമത്തെ ഡിസ്ഹോണേഡ് ആകുമ്പോൾ എന്ത് എൻട്രി ചെയ്യാം? ശ്രദ്ധിക്കുക. ഡിസോണർ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എപ്പോഴും ഡിസോണർ ആകുമ്പോൾ ഒരു എൻട്രി വേണമെങ്കിൽ പഠിച്ചു വെക്കാം. ആര്? ഇയാളുടെ അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, പ്രാക്ടിക്കലി ചിന്തിക്കണേ. ഇപ്പോൾ നമ്മൾ ഇന്ത്യ ബുക്സ് ഓഫ് ആരാണ്? കമലാണ് ഉള്ളത്. ഓക്കെ, കമലിന് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ കമലിന് ഇനി ആരാ പൈസ തരിക? രവി തരും. കമലിന് രവി തരും. ഓക്കെ അല്ലേ? യെസ്. പണ്ട് രവിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പിടിച്ച് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഒരു എൻട്രി ഇവിടെ എഴുതിയ കണ്ടില്ലേ? രവി ഡെപ്റ്റർ ആയിരുന്നു. എന്നിട്ട് രവി ബില്ല് വന്നപ്പോൾ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. പിന്നെ മനസ്സിലായി ആ ബില്ല് എന്ത് ചെയ്തിട്ടില്ല, യഥാക്രമം ആ ബില്ലിൻ്റെ അക്സെപ്റ്റർ അഥവാ ആര്? രവി എന്ത് ചെയ്തിട്ടില്ല? അത് ഹോണർ ചെയ്തിട്ടില്ല, അടച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ആ പേയ്മെൻറ്റ് ആരിൽ നിന്ന് കളക്ട് ചെയ്യണം? രവിയുടെ കയ്യിൽ നിന്ന്. ഓക്കെ അല്ലേ? സോറി, ആ തെറ്റിപ്പോയി ഞാൻ പറഞ്ഞതിൽ. ബില്ലിൻ്റെ അക്സെപ്റ്റർ സാഗറാട്ടാ. ഓക്കെ അല്ലേ? രവി അല്ല. അപ്പോൾ സാഗർ ആ പേയ്മെൻറ്റ് അടക്കാത്തതുകൊണ്ട് ഇനി ആരിൽ നിന്ന് കളക്ട് ചെയ്യാൻ പോകണം? രവി. അപ്പോൾ രവി എന്നുള്ള ഒരു അസറ്റ് വീണ്ടും കൂടും. രവി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ബിൽസ്. ഓക്കെ, സോറി, ബിൽസ് പേബിൾ വേണ്ട. ടു ഇനി ആരാ? ഇനി പേയ്മെൻറ്റ് ആർക്ക് കൊടുക്കണം? കമൽ അമലിന് കൊടുക്കണം. അപ്പോൾ ടു ഏതാണ്? അമൽ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒന്നുകൂടെ കൺഫ്യൂഷൻ വരണ്ട, ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആരെ ബുക്കിലുള്ളത്? കമലല്ലേ? കമലിൻ്റെ ഒരു അസറ്റ് കൂടി ആരാ? രവി. പിന്നെ ഒരു ലയബിലിറ്റി എന്ത് ചെയ്തു? കൂടി ആരാ? അമൽ. മുന്നേ അവരെന്ത് ചെയ്തിരുന്നു? ഈ പരിപാടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുണ്ടാ അമലിന് ഒരു ബില്ലൊക്കെ കൊടുത്തിട്ട് സെറ്റിൽ ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ പോയി. ഓക്കെ, യെസ്. തിരിച്ച് വീണ്ടും ഒരു അസറ്റും കൂടി ഒരു ലയബിലിറ്റിയും കൂടി. ഇനി ഇവിടെ പോയിൻ്റ് ഉണ്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ രവിയുടെ കയ്യിൽ നിന്ന് ഇനി ഇയാൾ മേടിക്കേണ്ടത് ഏതും കൂടെ ഉൾക്കൊള്ളണം? നോട്ടിങ് ചാർജും കൂടെ ഉൾക്കൊള്ളുന്ന എമൗണ്ടാണ്. 10 1010 ഓക്കെ അല്ലേ? എന്താ അങ്ങനെ സാർ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു കമ്മ്യൂണിക്കേഷനാണ്. അമൽ ആരെ വിളിക്കും? രവിനെ വിളിക്കും. എന്നിട്ട് രവിയോട് പറയും, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ബില്ല് തന്നില്ലേ, ആ ബില്ല് ഞാൻ വേറെ ആൾക്ക് കൊടുത്തിട്ട് അയാൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത്? ഡിസ്കൗണ്ട് ചെയ്ത്. എന്നിട്ട് അത് ഡിസോണർ ആയ കാരണം ബാങ്ക് എന്ത് ചെയ്ത്? 10 രൂപ കൊടുത്ത്. അപ്പോൾ ആ അമൽ ആ പൈസ ആർക്ക് കൊടുത്ത്? ബാങ്കിന് കൊടുത്ത്. ഓക്കെ അല്ലേ? അമൽ ആ പൈസ ആർക്ക് കൊടുത്ത്? ബാങ്കിന് കൊടുത്ത്. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട് എനിക്ക് എന്ത് ചെയ്യണം? തരണം. ഓക്കെ, അങ്ങനെ അമൽ ആരോട് പറയും? കമലിനോട് പറയും. കമൽ ആരോട് പറയും? ആ എക്സ്ട്രാ പൈസ തരാൻ വേണ്ടിയിട്ട് രവിയോട് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും കമലിനെ സംബന്ധിച്ചോളം രവി എന്ന അസറ്റ് കൂടുമ്പോൾ ഏതും കൂടെ കൂട്ടണം? നോട്ടിങ് ചാർജും കൂടെ കൂട്ടിയിട്ട് ഇതാക്കണം. ഇതേപോലെ തന്നെ അമൽ കമലിനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താ പറയുക? എനിക്ക് എന്ത് തരണം? എനിക്ക് 1000 തന്നാൽ പോരാട്ടാ. ഓക്കെ അല്ലേ? ബാങ്ക് ഡിസോണർ ആയതിൻ്റെ പേരിൽ ബാങ്ക് 10 രൂപ എക്സ്ട്രാ നോട്ടിങ് ചാർജ് നോട്ടറി പബ്ലിക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തെന്ന് അമൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമലിനോടുള്ള ലയബിലിറ്റി എത്രയായിരിക്കണം? 1010 ആയിരിക്കണം. നോട്ട് ദ പോയിൻറ്റ്. ഓക്കെ അല്ലേ? എന്താ വരുത്? 1000 ഉറുപ്പ്യ കൊടുത്താൽ ആരും സാറ്റിസ്ഫൈഡ് ആവില്ല.
അമൽ സാറ്റിസ്ഫൈഡ്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ ദി ബുക്സ് ഓഫ് അമലാണ്. അമൽ ഓൺ ദ റിസീപ്റ്റ് ഓഫ് ബിൽ ഫ്രം കമലിൻ്റെ കയ്യിൽ നിന്ന് ബില്ല് കിട്ടുക. അപ്പോൾ അമലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിൽസ് റിസീവബിൾ എന്നുള്ള അസറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അസറ്റ് ഇൻക്രീസ് ചെയ്യുക, ഡെബിറ്റ് ചെയ്യണം. 2, ആരത് തരുന്നത്? കമൽ ആരാ? അമലിൻ്റെ വെറുതെ പൈസ തരാൻ? അപ്പോൾ പൈസ തരാനുള്ള ആളാണല്ലോ, ഡെപ്റ്ററല്ലേ. ഡെപ്റ്ററാണ് ആര്? അമലിൻ്റെ ബുക്കിൽ കമൽ എന്താണ്? ഒരു ഡെപ്റ്ററാണ്. ഡെപ്റ്റർ ക്യാഷ് തരുന്നതിന് പകരം എന്ത് തന്നു? ബില്ല് തന്നു. അപ്പോൾ 2 ഏതെഴുതാം? കമൽ എഴുതാം. സംശയം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂടോ. ഡെപ്റ്റർ പൈസ തരാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ് ടു ഡെപ്റ്റർ എന്നല്ലേ. ഇവിടെ ഡെപ്റ്റർ ഭാഗത്ത് കമൽ വരും, ക്യാഷിൻ്റെ ഭാഗത്ത് ബിൽസ് റിസീവ്ഡ് വരും. അത്രേ ഉള്ളൂ, നത്തിങ് ഗ്രേറ്റ്. അപ്പോൾ അത് കഴിഞ്ഞു. രണ്ടാമത്തെ പോയിൻ്റ്, ഇനി ഈ സാധനം അമൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് 6% ഇൻട്രസ്റ്റിന്. ഓക്കെ, അത് നമുക്കൊന്ന് പൊളിക്കണം. യെസ്, അപ്പോൾ ബാങ്കിൽ പെട്ടെന്ന് കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എൻട്രി എഴുതി വെക്കാം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. ഓക്കെ, പിന്നെ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ. 2 ഏതാണ്? ബിൽസ് റിസീവബിൾ. ഇതാണ് എൻട്രി. എത്ര രൂപയുടെ ബില്ലാണ്? 1000. പക്ഷെ 1000 കിട്ടൂല. ഓക്കെ അല്ലേ. എത്രയാണ് ഇവരുടെ ഒരു ടൈം പീരീഡ് പറയുന്നത്? 6% പെർ ആനം. അപ്പോൾ ഇവിടെ 1 മന്ത് ബില്ലാണ്. ഇവിടെ ഉണ്ട് 1 മന്ത് ബില്ല്. അവർ ഡ്രോ ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്യുന്നതൊക്കെ ഏതാണ്? 1 മാസത്തിൻ്റെ മുൻപേ തന്നെയാണെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണ് ഇൻഫർമേഷൻ പറയുന്നത്. അപ്പോൾ നമുക്ക് 1 മാസത്തെ കാൽക്കുലേഷൻ ചെയ്യണം. 1000-ൻ്റെ 6% ഇൻറ്റു 1/12 അടിച്ചാൽ എത്ര വരും? 1000 ഇൻറ്റു 6% ഇൻറ്റു 1/12 ഈസ് ഈക്വൽ ടു 5. 5 രൂപ. ഓക്കെ, 5 രൂപയാണ്. അപ്പോൾ 5 രൂപ ഡിസ്കൗണ്ട് കുറച്ചിട്ട് ബാക്കി 995 രൂപയാണ് ആർക്ക് കിട്ടുള്ളൂ? ഈ പറയുന്ന അമലിന് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ. യെസ്. ഇനി ഇത് ഒരു എൻട്രി കൂടെ എഴുതിയാൽ മതി. ഡിസോണർ ആവുകയാണ് മൂന്നാമത്തെ. എന്താവാണ്? ഡിസ്ഹോണർ ആവുകയാണ്. ഓക്കെ, ഡിസോണർ ആവുമ്പോൾ ആരുന്ന് കോൾ വരും? ബാങ്ക് വിളിക്കും. നിങ്ങളല്ലേ പറഞ്ഞത് സാഗർ പറഞ്ഞ ആൾ നമുക്ക് പൈസ തരുന്നു, പക്ഷേ അയാൾ തന്നില്ല. അയാൾ തരുന്നതിൽ വീഴ്ച വരുത്തി, ഡിസോണറായി. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തരണം. പെട്ടെന്ന് ബാങ്കിന് പൈസ ഇട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ. അപ്പോൾ എൻട്രി എന്താ എഴുതുക? കമൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. ഓക്കെ അല്ലേ. യെസ്. അപ്പോൾ എത്ര എമൗണ്ട് ഇട്ട് കൊടുക്കേണ്ടി വരാം? 2 ബാങ്കിന് കൊടുക്കേണ്ട പൈസ എത്ര? 1000 മതിയോ? ബാങ്കിൽ നിന്ന് 1000 അല്ലേ മേടിച്ചുള്ളത്. അപ്പോൾ നിങ്ങൾ ചില കുട്ടികൾ ചോദിക്കും, ബാങ്കിൽ നിന്ന് സാറേ 995 അല്ലേ മേടിച്ചിട്ടുള്ളൂ, അപ്പോൾ അവർക്ക് 1000 കൊടുത്താൽ മതിയോ? അപ്പോൾ ബാങ്കിൽ നിങ്ങളുടെ വല്ല എന്താ പറയുക കുടുംബക്കാരായിരിക്കണം. എന്ത് പാവം, നിങ്ങൾക്ക് പൈസ തരാനുള്ള ആൾ തന്നില്ലല്ലേ, അയാൾ ഡിസോണറാക്കിയല്ലേ ഡ്രോവി, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ 995 മാത്രം അടച്ചാൽ മതി എന്ന് പറയില്ലല്ലോ. ബാങ്കിന് എത്ര തന്നെ കിട്ടണം? 1000 കിട്ടണം. പ്ലസ് ഈ പ്രശ്നം ബാങ്കിൻ്റെ കയ്യിലിരിക്കുമ്പോഴാണ് ബാങ്ക് എന്ത് കൊടുത്തത്? നോട്ടിങ് ചാർജ് കൊടുത്തുള്ള ബാങ്ക്. എത്ര രൂപ? 10 രൂപ. അതും കൂടെ വസൂലാക്കും. അപ്പോൾ 10, അങ്ങനെ ടോട്ടൽ 110 രൂപ കൊടുക്കണം. 1010 തെറ്റിപ്പോയി. 1010 കൊടുക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം, ആര് കോൾ ചെയ്യും? അമലാരെ കോൾ ചെയ്യും? കമലിനെ കോൾ ചെയ്യും. കാരണം കമൽ തന്ന ബില്ലല്ലേ. കമലിനോട് പറയും എന്താണ്, 1000 രൂപയുടെ ബില്ലാണ് നീ തന്നത്, ശരി തന്നെയാണ്, പക്ഷേ ബാങ്ക് ഡിസോണറായിരുന്നു നോട്ടിങ് ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 രൂപ ഞാൻ എന്ത് ചെയ്തിട്ടും ബാങ്കിന് നോട്ടിങ് ചാർജ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കമലെ എനിക്ക് നീ 1000 മാത്രം തന്നാൽ പോരാ, പ്ലസ് 10 കൂടെ തരണം. അങ്ങനെ എത്ര വേണം? 1010 തരണം. അങ്ങനെ കമലിന് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 1010 ലോക്ക് ചെയ്യും. ഓക്കെ അല്ലേ. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് പാർട്ടിലേക്ക് പോകാം. ഒരാളും കൂടെ ആരാ? SBIയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ടൻ്റ് ആവണം. അങ്ങനെ ഒരേ സമയം നമ്മൾ 5 പാർട്ടീസിൻ്റെ അക്കൗണ്ടൻ്റ് ആവുക. ഓക്കെ, ഇനി ആരുടെ നമ്മൾ ചെയ്യുന്നത്? SBI. ഇൻ ദി ബുക്സ് ഓഫ് SBI ചെയ്യല്ലേ. ഓക്കെ, SBIയിൽ ആദ്യം ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാൻ പോകും അല്ലേ. എന്താ ഈ എൻട്രി കണ്ട? ഈ എൻട്രി ബാങ്കിൻ്റെ പേഴ്സ്പെക്റ്റീവിലൊന്ന് ആലോചിച്ച് നോക്ക്. ബാങ്ക് ഇവിടെ അമലിന് 995 കിട്ടിയില്ലേ. അപ്പോൾ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യണം? അപ്പോൾ ഒന്നാമത്തെ ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴുള്ള എൻട്രി. ഓക്കെ അല്ലേ. ബാങ്കിൻ്റെ പൈസ പോയില്ലേ. അപ്പോൾ 2 ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് എത്ര എഴുതും? 995 എഴുതും. ഓക്കെ അല്ലേ. യെസ്. പിന്നെ ഈ 5 രൂപ എക്സ്പെൻസാണ് ആർക്ക്?
നമ്മുടെ ഈ അമലിന്. പക്ഷേ ഇതേ സാധനം ബാങ്കിന് എന്താണ്, ഇൻകാണ്. ടു എന്ത് പറഞ്ഞെഴുതും, ഡിസ്കൗണ്ട് ഏൺഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഇൻകം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എന്താ ഡെബിറ്റ് എഴുതാം? ഡെബിറ്റ് ബില്ല് പർച്ചേസ് ചെയ്ത്, അല്ലെങ്കിൽ എന്താണ് ഡിസ്കൗണ്ട് ചെയ്ത്. എന്താ എഴുതാം? ബിൽ ഡിസ്കൗണ്ടഡ് ഓർ പർച്ചേസ്ഡ്. ഓക്കെ അല്ലേ? ബില്ല് 1000 രൂപയുടെ ബില്ല് ആര് പർച്ചേസ് ചെയ്തു? ബാങ്ക് പർച്ചേസ് ചെയ്തു. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്, ഒരു ബില്ല് കിട്ടി അല്ലേ, ഇതൊരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. അസറ്റ് എന്ത് ചെയ്ത്, ഇൻക്രീസ് ചെയ്ത് ഡെബിറ്റ് ചെയ്ത്. ഈ ബില്ല് കിട്ടാൻ വേണ്ടിയിട്ട് ബാങ്ക് എത്ര രൂപ കൊടുത്ത്? 995 രൂപ. 5 രൂപ ബാങ്കിന് എന്താണ്, ലാഭമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ബാങ്കിന് ഇനി ഈ പറയുന്ന നമ്മുടെ എക്സാമ്പിളിൽ സാഗർ ഇവിടെ കൊടുത്തിട്ടില്ല, കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 1 മാസം കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ ഈ 1 മാസത്തെ ഗ്യാപ്പിന് ബാങ്കിന് കിട്ടുന്ന ബെനഫിറ്റാണിത്, ഈ എമൗണ്ട്. മക്കളെ ലാസ്റ്റ് കാര്യം പറയാൻ പോകുന്നതാണ്. ലാസ്റ്റ് ഏതാ? സെക്കൻഡ് വൺ. എവിടെ? ഇൻ ദി ബുക്സ് ഓഫ് SBL തന്നെ. എന്തായി? ഡിസ്ഹോണേഡായി. ഓക്കെ അല്ലേ? എന്തായി? ഡിസ്ഹോണേഡായി. അപ്പോൾ എന്താ സംഭവിക്കുക? ശ്രദ്ധിച്ചിരിക്കണം. ഡിസോണർ ആകുമ്പോൾ ബാങ്ക് ആരെ കോൾ ചെയ്യും? ബാങ്ക് ഒരിക്കലും സാഗറിനെ കോൾ ചെയ്യില്ല. ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്ത വമ്പനാരാ? അമലാണ്. അമലിനെ കോൾ ചെയ്തിട്ട് ബാങ്ക് പറയും, എനിക്ക് പൈസ ഇപ്പം കിട്ടണം, ഓക്കെ അല്ലേ, എൻ്റെ പൈസ തരണം അമൽ എന്ന് പറയും. അപ്പോൾ അമൽ ബാങ്കിന് എന്തായി മാറും? ഒരു അസറ്റായി മാറും. ബാങ്ക് അമൽ അക്കൗണ്ട് ഡെപ്റ്റർ. പക്ഷേ രസം എന്താ വെച്ചാൽ, അമൽ പറയും എന്താണ്, ആയിക്കോട്ടെ ഞാൻ 1000 രൂപ തരാമെന്ന്. അപ്പോൾ അമലിനോട് SBI പറയും, പോടാ ചെക്ക, 1000 തന്നാൽ പോരാ, ഈ ഡിസോണർ, ഈ പറയുന്ന നിൻ്റെ ഈ ഡ്രോവർ സാഗറില്ലേ, ആ ചെക്കൻ എനിക്ക് പേയ്മെൻറ്റ് തരാത്തത് കൊണ്ട് ഈ ബില്ല് ഡിസോണർ ആവുകയും, അതുകൊണ്ട് തന്നെ ഞാൻ ബാങ്കിൽ പോയിട്ട്, ബാങ്കല്ല, നോട്ടറി പബ്ലിക്കിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഡിസ്കൗണ്ട് ചെയ്തിട്ട്, നോട്ടിങ് ചാർജ് കൊടുത്തിട്ടുണ്ട്. എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? ഡിസോണർ ആയതുകൊണ്ട് 10 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിങ് ചാർജ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ തരണം. അപ്പോൾ 1000 പ്ലസ് എത്ര തരണം? 10. 1010 രൂപ തരണം എന്നാണ് പറഞ്ഞത്. ന്യായമാണ്, കൊടുത്തിരിക്കണം. അമൽ എത്ര രൂപ കൊടുത്തിരിക്കണം ബാങ്കിന്? 1010. 2 ഈ സാധനം ഉണ്ടല്ലോ ഇവിടെ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുക, അതിനെ ക്യാൻസൽ ചെയ്തോ, ഞാൻ എൻ്റെ ആവശ്യമില്ലല്ലോ. ബിൽ ഡിസ്കൗണ്ടഡ് അല്ലെങ്കിൽ പർച്ചേസർ എത്രയാണ്? 1000. ഓക്കെ അല്ലേ? യെസ്. ഇനി 2 ഒരു 10ൻ്റെ കുറവുണ്ട്. ഈ 10 ആര് കൊടുത്തിട്ടുണ്ട്? ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഏതാ? നോട്ടിങ് ചാർജിൻ്റെ എമൗണ്ടാണ്. ക്ലിയർ? അപ്പോൾ നോട്ടിങ് ചാർജ് ആര് കൊടുത്തു? 10 രൂപ കൊടുത്തു. പിന്നെ 1000 രൂപ എന്താണ് ആ ബില്ലിൻ്റെ യഥാർത്ഥ വില. 1000 തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ ആര് തരേണ്ടി വരും? അമൽ തരേണ്ടി വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ.